എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 5 നേരം നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം നീ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ആര് പറഞ്ഞു തരും? അസ്റായിൽ പറഞ്ഞു തരും. പറഞ്ഞു മരിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പറഞ്ഞു മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉബൈബ് റളിയല്ലാഹു തആല അൻഹു മലക്കുകൾ വന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തു, അവസാനത്തെ മോഹം നിസ്കരിക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ. എന്റെ പ്രിയമുള്ളവരെ, അടുത്ത പ്രതിഫലം എന്താണ്? എന്നിട്ട് നിന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. ഒരു പ്രതിഫലം കൂടെ പറയാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉബൈബ് തങ്ങളുടെ ജനാസ അഴിക്കാൻ അനുവദിച്ചില്ല. അതേ സ്ഥലത്ത് കെട്ടിത്തൂക്കി ഇട്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ, ആരാ അടിച്ചു കൊണ്ടുവരുന്നത്? എന്റെ ഹുബൈബിന്റെ ജനാസ ആരാണ് അടിച്ചു കൊണ്ടുവരുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ ഒരു സ്വഹാബി പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, ഞാൻ കൊണ്ടുവരാ നബിയേ. ഒരു സ്വഹാബി കടന്നു പോവുകയാണ്. ഉബൈബ് തങ്ങളുടെ ജനാസ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു സ്വഹാബി കടന്നു പോകുമ്പോ സുബ്ഹാനല്ലാഹ്, പെണ്ണുണ്ടല്ലോ, യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് ശത്രുക്കളുടെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് പറയുകയാ, ഹുബൈബിന്റെ തല എനിക്ക് മുറിച്ച് തരുവോ? ഹുബൈബിന്റെ തല എനിക്ക് മുറിച്ച് തരുവോ? ശത്രുക്കൾ ചോദിച്ചു, എന്തിനാ പെണ്ണ്? അവന്റെ തല വെട്ടി പൊളിച്ചിട്ട് അവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ച് കുടിക്കാനാ. എനിക്ക് അവന്റെ തല വേണം. ഞാൻ ആരുടെ കൂടെയാണ് കിടക്കേണ്ടത്? ആരുടെ കൂടെ വേണമെങ്കിലും ഞാൻ കിടക്കാൻ തയ്യാറാണ്. എന്റെ ശരീരം തരാൻ തയ്യാറാണ്. എനിക്ക് വേണ്ടത് ഹുബൈബിന്റെ തലയാണ്. അവന്റെ തലയോട്ടിക്കകത്ത് എനിക്ക് ആ തല വെട്ടിപ്പൊളിച്ച് എന്നിട്ട് കള്ളൊടിച്ച് കുടിക്കാനാണെന്ന് പറയുമ്പോ സുബ്ഹാനല്ലാഹ്, തലമുറിച്ചെടുക്കുന്നതിന് വേണ്ടി ശത്രുക്കൾ മുഴുവനും നടന്നു പോവുകയാണ്. ഈ സ്വഹാബിയുണ്ടല്ലോ, ഒരു ഈന്തപ്പന മരത്തിന്റെ മുകളിൽ കയറി എന്താണ് നടക്കുന്നതെന്ന് നോക്കാം. സുബ്ഹാനല്ലാഹ്, ശത്രുക്കൾ 4 ഭാഗത്തേക്ക് ഓടുകയാണ്. എന്താണ് സംഭവിച്ചതെന്നറിയുന്നില്ലോ. എല്ലാവരും 4 ഭാഗങ്ങളിലേക്ക് ജീവനും കൊണ്ടോടുകയാണ്. റബ്ബേ, ഈ സ്വഹാബി മരത്തിന്റെ മുകളിൽ നിന്ന് താടിയിറങ്ങി ഉബൈബ് തങ്ങളെ കെട്ടിക്കിട്ടിരുന്ന സ്ഥലത്ത് പോയി നോക്കുമ്പോ ഉബൈബിന്റെ ജനാസ കാണുന്നില്ല. ഉബൈബ് തങ്ങളുടെ ജനാസ കാണുന്നില്ല. കരഞ്ഞു വിളിച്ചുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, മുത്തുനബിയുടെ ചാരത്തേക്ക് ഓടുകയാണ്. നബിയേ, ഉബൈബിന്റെ ജനാസ കാണുന്നില്ല നബിയേ, ഉബൈബിന്റെ ജനാസ കാണുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തപ്പോ പ്രവാചകൻ പറഞ്ഞു, സഹാബാ, ഉബൈബിനെ കബറടക്കി സഹാബാ. എന്റെ പ്രിയമുള്ളവരെ, 5 നേരം നിസ്കരിക്കുന്ന ഉപ്പമാരെ, ഉമ്മമാരെ, ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ ആരാ കബറടക്കിയതെന്നറിയുവോ? അല്ലാഹുവിന്റെ മലക്കുകളാ. അല്ലാഹുവിന്റെ മലക്കുകളാണ് കബറടക്കിയത്. 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എല്ലാവരും കൂടെ നിന്റെ മയ്യത്ത് ചുമന്നുകൊണ്ട് വരുന്ന ദിവസമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, 5 നേരം നിസ്കരിക്കുന്ന ഉമ്മ, നാളെ നിന്റെ മയ്യത്ത് കുളിപ്പിച്ചു. എന്നിട്ട് നിന്റെ ജനാസ എടുത്തിട്ട് വീടിന്റെ അകത്ത് കൊണ്ട് വെച്ചിട്ട് മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ. കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. മയ്യത്തു കട്ടിൽ തോളിലേക്കുയരുന്നേ. പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ.
എരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് അവസാനം എല്ലാവരും കൂടെ നിന്നെ ഇവിടത്തെ പള്ളിപ്പറമ്പിൽ കൊണ്ടുവരുമല്ലോ. സുബ്ഹാനല്ലാഹ്, ഇവിടെ മയ്യത്ത് നമസ്കരിക്കാ പള്ളി തികയുന്നില്ലോ. നിന്റെ ജനാസ പള്ളിപ്പറമ്പിൽ ഇറക്കുമ്പോ കാലുകുത്താ സ്ഥലമില്ല. അല്ലാഹുവിന്റെ മലക്കുകളാ ഇറങ്ങി വരുന്നത്. അല്ലാഹുവിന്റെ മലക്കുകള് നിന്റെ ജനാസ ഖബറടക്കാൻ ഇറങ്ങി വരുമെന്ന് ചരിത്രം പറയുമ്പോ ഇത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കും. നമസ്കരിക്കാത്ത മകനോട് പറഞ്ഞു കൊടുക്കണം. ഒന്ന്, മരിക്കുന്ന കാലം വരെ പടച്ചവൻ ഭക്ഷണം തരും. രണ്ട്, നല്ല മരണം. മൂന്ന്, അസ്റായിൽ ശഹാദത്ത് കലിമ പറഞ്ഞു തരും. നാല്, മലക്കുകൾ ഖബറടക്കും. മലക്കുകൾ ഖബറടക്കും. അഞ്ചാമത്തെ പ്രതിഫലം എന്താ? മഹാനായ അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നുമകനോട് വല്ലാത്ത സ്നേഹമാണ്. എവിടെ പോയാലും വാപ്പയും മകനും ഒരുമിച്ചാണ് നടക്കുന്നത്. അവസാനം അബൂ സിനാർ തങ്ങൾ മരണപ്പെട്ടു. അവിടുത്തെ ജനാസയുണ്ടല്ലോ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോയി. നമസ്കാരം കഴിഞ്ഞു. ആർലി മണ്ണിന്റെ അകത്ത് ഖബറിന്റെ അകത്ത് മയ്യത്ത് ഇറക്കി വെച്ചു. എന്നിട്ട് എല്ലാവരും കൂടെ പിടിമണ്ണ് വാരി എറിഞ്ഞിട്ട് അതാ മയ്യത്ത് ഖബറടക്കിയിട്ട് നടക്കുമ്പോ അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോൻ 11 വയസ്സേ ഉള്ളൂ. 11 വയസ്സേ ഉള്ളൂ. ആ പൊന്നുമകൻ തന്റെ പിതാവിന്റെ ഖബറിന്റെ ചാരത്ത് നിൽക്കുകയാണ്. വാപ്പാനെ ഖബറടക്കിയിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ പൊന്നുമകൻ മാത്രം അവിടെ നിൽക്കുന്നു. എല്ലാവരും വിളിച്ചു, ആ മോനെ പോകാ, കടമകളെല്ലാം കഴിഞ്ഞല്ലോ, അവിടുത്തെ ജനാസ ഖബറടക്കിയല്ലോ, എന്തിനാ ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ നിൽക്കുന്നത്? ആ 11 വയസ്സുകാരൻ പറഞ്ഞു, ഞാൻ വരൂല, ഞാൻ വരൂല, എന്റെ ഉപ്പയുടെ അവസ്ഥ എന്താണെന്ന് അറിയാതെ ഞാൻ വരൂല, നിങ്ങളെല്ലാവരും പൊക്കോ. എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമകന് വാപ്പാന്റെ ഖബറിന്റെ ചാരത്ത് നിൽക്കുകയാണ്. അവിടെ ഇരുന്ന് കരയുകയാണ്. അവിടെ കിടന്ന് കരഞ്ഞവനങ്ങ് തളർന്നു വീണുപോയി. അതാ തന്റെ പൊന്നുമകനങ്ങ് തളർന്നു കിടന്ന് ഉറങ്ങുമ്പോ അബൂ സിനാർ തങ്ങൾ കിടന്ന് വന്നിട്ട് സ്വപ്നത്തിൽ തന്റെ പൊന്നുമകനോട് ചോദിക്കുന്നു, മോനെ എന്തിനാ ഇവിടെ കിടക്കുന്നത്? എല്ലാരും പോയല്ലോടാ, നീ മാത്രം എന്തിനാ പള്ളിപ്പറമ്പിൽ കിടക്കുന്നത്? വാപ്പാ, നിങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയാതെ എനിക്ക് എങ്ങനെയാ പോകാൻ കഴിയുക? പൊന്നുമകൻ വാപ്പയോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് വാപ്പാ പുതിയ വീട്? എങ്ങനെയുണ്ട് വാപ്പാ പുതിയ വീട്? പൊന്നുമോനെ, ഉമ്മാടെ മടിത്തട്ടിൽ കിടക്കുന്നത് പോലെയാ. ഈ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചപ്പോ എന്റെ ഉമ്മ എന്നെ കെട്ടിപ്പിടിക്കുന്നത് പോലെയാ ഖബർ എന്നെ കെട്ടിപ്പിടിച്ചത്. വാപ്പ കിടക്കുന്നത് മണ്ണിനല്ലടാ, സ്വർണത്തിന്റെ വിരിപ്പിന്റെ മുകളിലാണ്. സ്വർഗം വാപ്പാടെ കാലിന്റെ ഭാഗത്താ. വാപ്പയുടെ ഖബറിന്റെ അകത്ത് വല്ലാത്ത സുഗന്ധമോ, വാപ്പയുടെ ഖബറിന് വല്ലാത്ത വിശാലമോ. വാപ്പയുടെ ഖബറിന്റെ അകത്ത് വന്ന മലക്കുകളുണ്ടല്ലോ എന്നോട് പറഞ്ഞത്, ലംഘനൂമത്തിൽ അറൂസ്, പുതിയാപ്പള ഉറങ്ങുന്നത് പോലെ കിടന്നുറങ്ങാരാ. വാപ്പാടെ മണ്ണറ മണിയറയാണ് മോനെ. 11 വയസ്സുകാരന് വാപ്പയോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് മണ്ണറ മണിയറയായത്? എങ്ങനെയാണ് വാപ്പയുടെ മണ്ണറ മണിയറയായത്? അവിടെ പറഞ്ഞു, പൊന്നുമോനെ, വാപ്പ 5 വഖത്ത് നിസ്കരിക്കുന്ന മനുഷ്യനാ. ഒരു കാരണവശാലും നിന്റെ വാപ്പ നിസ്കാരം മുടക്കാറില്ല. അതുകൊണ്ട് എന്റെ പൊന്നുമകന്റെ മണ്ണറ മണിയറയാകണോ, നിസ്കാരം നിലനിർത്തണേ എന്ന് പൊന്നുമകനോട് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ ഈ 5 പ്രതിഫലത്തിനേക്കാളും ഒരു പ്രതിഫലം പറയാൻ എനിക്കറിയൂല. അതുകൊണ്ട് സഹോദരാ, ഇത്
പറഞ്ഞിട്ടാ മക്കളെ വിളിച്ചുണർത്തേണ്ടത്, ഇത് പറഞ്ഞിട്ടാണ് ഭർത്താവിനെ വിളിച്ചുണർത്തേണ്ടത്, ഇത് പറഞ്ഞു കൊടുത്തിട്ടാണ് ഭാര്യ വിളിച്ചുണർത്തേണ്ടത്. അങ്ങനെ വിളിച്ചുണർത്തി കെട്ടി നിസ്കരിക്കുന്ന വീടിന്റെ കത്താട് സന്തോഷമുള്ളത്, സമാധാനമുള്ളത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്നത്, ഭാര്യയുമായുള്ള കുടുംബ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നത്, മക്കളെ കാണുമ്പോഴേ സമാധാനം കിട്ടുന്നത്, തിന്നാന് വയറ് നിറയുന്നത്, നിന്റെ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകുന്നത്, നിന്റെ സമ്പത്തിൽ ബറക്കത്തുണ്ടാകുന്നത്, നിന്റെ കുടുംബ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകുന്നത്, നിന്റെ മക്കളിൽ ബറക്കത്തുണ്ടാകുന്നത്, നിന്റെ ആയുസ്സിൽ ബറക്കത്തുണ്ടാകുന്നത്, നിന്റെ സർവകാര്യങ്ങളിലും അല്ലാഹുവിന്റെ സഹായം നിനക്കുണ്ടാകുന്നത്, റഹ്മത്തിന്റെ മാലാഖമാര് കടന്നു വരുന്ന ഒന്നാമത്തെ ഭവനമേതാ, ഭൂമിയിലെ പ്രകാശിക്കുന്ന ഒന്നാമത്തെ വീടേതാ, അത് 5 നേരം നമസ്കരിക്കുന്ന വീടാണെന്ന് അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് 5 നേരം നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ അകത്ത് എല്ലാം ഉണ്ടാകും, സന്തോഷവും സമാധാനവും അള്ളാഹുവിന്റെ സഹായവും ബറക്കത്തും എല്ലാം നമ്മുടെ വീടിന്റെ അകത്തുണ്ടാകും. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 മടുത്ത, നിങ്ങളും മടുത്ത, പിന്നെ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? ഈ ഇരുത്തം കാണുമ്പോ അല്ല, പ്രസവ വാർഡിൽ പെണ്ണുങ്ങൾ ഇരിക്കണവരുണ്ട്, നേരെ ഇരി മനുഷ്യന്മാരെ, സ്വർഗമല്ലേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആരുടെയെങ്കിലും വീട്ടിൽ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ ബറക്കത്തുണ്ടെന്ന് അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അർബഅത്തുൻ ഫിദ്ദാരി ഫീഹിന്ന ബറക, ആരുടെ വീട്ടിലാണോ 4 സാധനങ്ങൾ ഉണ്ടത് അവന്റെ വീട്ടിൽ ബറക്കത്തുണ്ടെന്ന് അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞുതരട്ടെ, വേണോ വേണ്ടേ? വേണം. ഞാൻ പറയുന്ന സാധനം നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഒന്നാമത്തെ സാധനം അശാത്തു ഫിദ്ദാരി ഫീഹിന്ന ബറക, ആരുടെ വീട്ടിലാണോ ആടിനെ വളർത്തുന്നത് അവന്റെ വീട്ടിൽ ബറക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തിനാ വളർത്തിയ? പറ. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ആടുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. TV ഉണ്ടോ? കൈവക്കണ്ട, ദയവ് ചെയ്ത് വെക്കണ്ട. എല്ലാത്തിന്റെ വീട്ടിലും TV ഉണ്ട്. TV വെച്ചാൽ ബർക്കത്ത് കിട്ടോ, ഉള്ളത് കൂടെ ഇറങ്ങി പോകും. ആരുടെ വീട്ടിലാണോ ആടിനെ വളർത്തുന്നത് ആ വീട്ടിൽ ബർക്കത്തുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇത് മലയോര പ്രദേശമല്ലേ, അപ്പൊ പിന്നെ ആടിനെ വളർത്താൻ എന്താ പാട്? സുഖല്ലേ? ഓ പിന്നെ ആടിന് വേണ്ടിയല്ലേ ഞാൻ കെട്ടിയിട്ടിരിക്കണേ ഇല്ലേ? എങ്ങനെ തന്നെ. ആരുടെ വീട്ടിലാണോ ആടിനെ വളർത്തുന്നത്, ആരുടെ വീട്ടിലാണോ കോഴിയെ വളർത്തുന്നത് ആ വീട്ടിൽ ബറക്കത്തുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതിനെ വളർത്തിയ ഉണ്ടോ? ഉണ്ടോ? പിന്നെ കോഴി പെടക്കോഴിയാണോ പൂവൻ കോഴിയാണോ എന്ന് എന്നോട് ചോദിക്കുന്നത്, അതെനിക്കറിയില്ല. ബറക്കത്തുള്ള ജീവിയാണ് കോഴി. കോഴിയെ വീട്ടിൽ വളർത്തണം, കോഴിയുടെ സ്വഭാവം കാണിക്കാതിരുന്നാൽ മതി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ വീട്ടില് കോഴിയെ വളർത്തിയാൽ ബറക്കത്തുണ്ട്. 3 ആരുടെ വീട്ടിലാണോ ആട്ടുകല്ല്, അതിനിവിടെ എന്താ പറയുക? നമ്മള് ഈ പണ്ട് ഈ ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അരിയിട്ടിട്ട് ഇങ്ങനെ ആ കല്ലിങ്ങനെ പിടിക്കുക. അപ്പൊ ഇങ്ങനെ ആക്കണ എന്താ പറയാ? കാര്യം മനസ്സിലായില്ല. ഉണ്ടോ? നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഗ്രൈൻഡർ അല്ലേ, ഗ്രൈൻഡർ കരണ്ടിന്റെ അല്ല, കല്ലിങ്ങനെ ആക്കണ ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ? ഒന്ന് കൈവക്കിക്കേ. മക്കള് ചോദിക്കും, ഉമ്മ സാധനം എന്താ? വന്ന വഴി മറന്നില്ലേ സുമ? വന്ന വഴി മറന്നില്ലേ? മറക്കരുത്. നീ എവിടെ ചെന്നാലും വന്ന പട്ടിണി കിടന്ന പഴയ കാലം, അതിനകത്ത് ദോഷം ഉണ്ടാക്കി തിന്നാണ്ടാകുന്ന ടേസ്റ്റ് ലോകത്ത് വേറൊന്നിനും കിട്ടൂല. ഉമ്മ അതിനകത്ത് ഇരുന്നിട്ട് ഇങ്ങനെ, ഏത് പെണ്ണുങ്ങൾക്ക് പണ്ട് നടുവേദന ഉണ്ടായിരുന്നു നിന്റെ ഉമ്മ 5ഉം 6ഉം പറ്റരാ, ഉമ്മയ്ക്ക് നടുവേദന ഉണ്ടാവും, ഡിസ്കിന് തേയ്മാനം ഉണ്ടാവും. ഉമ്മ ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങോട്ട് ആട്ടിയിട്ട് നല്ല ശരീരത്തിനൊക്കെ നല്ല ആരോഗ്യമാണ്. പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ഇന്ന് എല്ലാണ്ടെങ്കിൽ ഉമ്മമാരൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് എന്താ ആർക്കാ ബ്ലോക്ക്? ഏതുമ്മായിക്കാ ബ്ലോക്ക്? ഒരു ഉമ്മായിക്കും ബ്ലോക്ക് ഇല്ല. നിനക്കിപ്പോ ഇതിന് മാത്രമേ പറ്റത്തുള്ളൂ. അതും കൂടെ വാരിത്തരാൻ വല്ല മെഷീനും വന്നാ അതും കൂടെ നിങ്ങൾ പറ്റും. ആരുടെ വീട്ടിലാണോ ആട്ടുകല്ലുള്ളത് ആ വീട്ടിൽ ബറക്കത്തുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 4 ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടി നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ? ഉണ്ടോ താത്താമാരെ? കൈവക്കി
ഇവിടെ ഇപ്പൊ ചട്ടി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ. കാരണം ഇപ്പത്തെ പുതിയ മോഡൽ ചട്ടിക്കകത്ത് വെക്കല മണ്ണ് കൊണ്ടുണ്ടായ ഈ 4 സാധനം രാവിലെ ഇവിടെ മാർക്കറ്റുള്ള അടുത്ത മാർക്കറ്റ് ഏതാ? പാടിച്ചാല് മാർക്കറ്റിൽ പോണം. ഒരാട്, ഒരു ചെറിയ ആട്ടിൻകുട്ടി, വലിയ പെരുന്നാളൊക്കെ വരെയല്ലേ, ഒരാട്ടിൻകുട്ടിയെ വാങ്ങണം. 2-3 ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങണം. ഒരാട്ടുകല്ല് വാങ്ങണം. പിന്നെ ചട്ടി വീട്ടിയുണ്ട്. ഇതെല്ലാം കൂടെ കൊണ്ട് നിന്റെ വീട്ടിൽ ചെയ്യും. അപ്പൊ അള്ളാഹു നിനക്ക് ബർക്കത്ത് തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 2 അള്ളാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള, അള്ളാഹുവിന്റെ മലക്കുകൾ കാണാൻ ഇറങ്ങി വരുന്ന രണ്ടാമത്തെ വീട് ഏതാണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വീട് പ്രകാശിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? അത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനോദ വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതുന്ന വീടുകള് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പള്ളിയിലേക്ക് ഇശായിക്ക് വേണ്ടി കടന്നു പോകുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പള്ളിക്കകത്തിരുന്ന് ഖുർആൻ ഓതുകയാണ്. ആ സമയത്ത് അവിടെന്ന് പറഞ്ഞു, ഉമറേ, അല്ലാഹുവിന്റെ വീട് പ്രകാശിപ്പിച്ചു, ഖുർആൻ ഓതിയിട്ട് നീ വീട് പ്രകാശിപ്പിച്ചു, ഇതുപോലെ അല്ലാഹു നിന്റെ ദുനിയാവും ആഖിറവും പ്രകാശിപ്പിക്കട്ടെ എന്ന് ദുആ ചെയ്തതായി ചരിത്രം പറയുമ്പോ എന്റെ പ്രിയമുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഏത് വീടിന്റെ അകത്താണോ ഓതുന്നത് ആ വീട് പ്രകാശിക്കുമെന്നാണ്. ആ വീടാണ് മലക്കുകൾക്ക് പരിചയമുള്ളത്. ആ വീടാണ് മലക്കുകൾ കാണാൻ വരുന്നത്. ഏതെങ്കിലും ഒരു ദിവസം നീ സുഖമില്ലാതെ നിന്റെ വീടിന്റെ അകത്ത് ഖുർആൻ ഓതാതെ നീ എങ്ങാണം ഇരുന്നാൽ മലക്കുകൾ അല്ലാഹുവിനോട് ചോദിക്കുമത്രേ, ആ വീട് കാണുന്നില്ലല്ലോ പടച്ചവനെ, എന്നും കാണുന്ന പ്രകാശം കാണുന്നില്ലല്ലോ തമ്പുരാന്, അതുകൊണ്ടല്ലാ ആ വീട്ടിലെ ഉമ്മയ്ക്ക് സുഖമില്ലെങ്കിൽ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, രോഗം ശിഫയാക്കണേ അല്ലാ, അവരുടെ വേദനയ്ക്ക് പകരം പാവം പൊറുക്കണേ അല്ലാ, ഞാൻ അവരെയൊന്ന് പോയി കാണട്ടെ എന്ന് മലക്കുകൾ അല്ലാഹുവോട് ചോദിച്ചിട്ട് നിന്നെ കാണാൻ വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ ഖുർആൻ എല്ലാ വീട്ടിലും ഖുർആൻ ഉണ്ട്. സൗദി അറേബ്യയിൽ നിന്ന് കൊണ്ടുവന്നത് അടുക്കി വെച്ചിരിക്കുക അലമാരിക്കകത്ത്, ഇങ്ങനെ തുറക്കാറില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, വീടിന്റെ അകത്ത് ഖുർആൻ തുറക്കാതെ ഇരുന്ന നിന്നെ ഖുർആൻ ശപിക്കും. വീടിന്റെ അകത്ത് ഇരുന്നിട്ട് മര്യാദക്കെടുത്തു വീടിന്റെ അലമാരിക്കകത്ത് നിരത്തി വെച്ചിട്ടുണ്ടല്ലോ നീ ഖുർആൻ, ആ ഖുർആൻ നിന്നെ ശപിച്ചുകൊണ്ടിരിക്കുക ഓരോ മിനിറ്റും. അല്ലാഹുവേ, എന്നെ ഒന്ന് തുറന്നു പോലും നോക്കുന്നില്ല തമ്പുരാനെ, മലക്ക് നിന്നെ ഖുർആൻ ശപിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് വെക്കണ്ട എന്നല്ല, ഓരോ പ്രാവശ്യവും ഓരോ ഖുർആൻ എടുത്തിട്ടൊന്ന് തുറന്നെങ്കിലും നോക്ക്. ആരാ ഖുർആൻ ഓതുന്നത്? ഏത് വീട്ടിലാ ഖുർആൻ ഓതുന്നത്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനിൽ ഇല്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം പറ. നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഖുർആനിലാ ഉള്ളത്. ഖുർആനിൽ പരിഹാരമില്ലാത്ത ഒരു വിഷയവുമില്ല, എല്ലാം ഖുർആൻ. അതാണല്ലോ എവിടെ പോയാലും ഖുർആൻ ഓതാൻ പറയുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവരും സാമ്പത്തികമായി വല്ലാത്ത പ്രയാസം. എല്ലാവരും ഉസ്താദേ കച്ചവടമില്ല, ജോലിയില്ല, ഗൾഫാകെ പ്രതിസന്ധിയിലാണ്. കടക്കാര് പറയുന്നു ഉസ്താദേ ശമ്പളം പോലും കൊടുക്കാനില്ല, വൈകുന്നേരം വെറും കയ്യോടെ മടങ്ങിപ്പോകുന്നു. എന്റെ പ്രിയമുള്ളവരെ, ദാരിദ്ര്യം എല്ലാവരും ഭയക്കുന്നു. എല്ലാവരും ദാരിദ്ര്യമാണ് ഭയക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഓരോ മാതാപിതാക്കളും ചോദിക്കുന്നു, ഉസ്താദെ പെമ്മക്കൾ വളർന്നു വരുക, എങ്ങനെ കെട്ടിക്കും? എങ്ങനെ കെട്ടിക്കും? നിനക്ക് നിന്റെ മക്കളെ കെട്ടിക്കണോ? ഞാൻ പരിഹാരം പറഞ്ഞു തരാം. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു രോഗം പിടിച്ചിട്ട് മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ തങ്ങളെ കാണാൻ പോയി. മരണത്തോട് മല്ലടിച്ചു കൊണ്ട് തന്റെ ചെറിയ കുടിലിനകത്താണ് കിടക്കുന്നത്. ഭാര്യയും പെമ്മക്കളും വീടിന്റെ അകത്ത്. ആ രംഗം കണ്ടിട്ട് ഉസ്മാൻ തങ്ങൾക്ക് സഹിച്ചില്ല. അവിടെ നിന്ന് ചോദിക്കുന്നു, മസൂദേ, കുറച്ചു പണം ഞാൻ തരട്ടെ, മക്കളുടെ ആവശ്യത്തിന് ചിലവഴിക്കാമല്ലോ. അല്ലാഹുവേ, ഉസ്മാൻ തങ്ങൾ പറയുമ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു കരയുകയാണ്.
പറയുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, ഉസ്മാന് എന്തിനാ ഉസ്മാനെ പണം എനിക്കെന്തിനോ? എന്റെ മക്കളെ കുറിച്ച് എനിക്ക് ബേജാറില്ല, എന്റെ മക്കളുടെ വിവാഹത്തെ കുറിച്ച് എനിക്ക് ടെൻഷൻ ഇല്ല. കാരണം അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞതെന്തെന്നറിയുവോ? ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ ഇദാ വഖഅത്തിൽ വാഖിഅ സൂറത്തുൽ വാഖിഅ ഓതിയാൽ അല്ലാഹു ആ വീട്ടുകാർക്ക് ഒരിക്കലും ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഏത് വീട്ടിലാണോ മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ സൂറത്തുൽ വാഖിഅ 2.25 പേജ് ഇതാര് ഓതുന്നോ അവർക്ക് അല്ലാഹു ദാരിദ്ര്യം കൊടുക്കില്ല. എന്റെ പെമ്മക്കൊക്കെ ഞാനത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, എന്റെ പെമ്മക്കൊക്കെ ഞാനത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ മക്കൾ എല്ലാ ദിവസവും ഓതാറുണ്ട്. അതുകൊണ്ട് ഇബ്നു മസ്ഊദിനൊരു ടെൻഷനുമില്ല. എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, ഉമ്മമാരെ, മക്കള് പ്രായപൂർത്തിയായി എങ്ങനെ കെട്ടിച്ചു വിടുമെന്ന് പറഞ്ഞ് പകലുകൾ കടന്ന് ടെൻഷൻ അടിക്കണ്ട. പൊന്നാര മക്കളെ വിളിച്ചിട്ട് ടിക്ടോക്കിൽ കേറാനല്ല പറയേണ്ടത്. മക്കളെ വിളിച്ചിട്ട് പറയണം, ഖുർആൻ എടുക്ക്, അല്ലാഹുവിന്റെ ഖുർആൻ എടുക്കടി, സൂറത്തുൽ വാഖിയ പഠിക്ക്, സൂറത്തുൽ വാഖിയ പഠിക്ക്. എല്ലാ ദിവസവും മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ മക്കളെ വീടിന്റെ അകത്തിരുത്തിയിട്ട് വാഖിയ ഓതിപ്പിക്ക്. അല്ലാഹു നിനക്ക് ദാരിദ്ര്യം തരൂല, നിന്റെ മക്കൾക്ക് അല്ലാഹു നല്ല ജീവിതം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സൂറത്തുൽ വാഖിയ. പെമ്മക്കൾ വളർന്നു വരുന്ന ഉസ്താദെ എങ്ങനെ കെട്ടിക്കാനുള്ള വടിയാ ഞാൻ പറഞ്ഞു. പെമ്മക്കളോട് പറ, അതെങ്ങനെ മോളെ മൊബൈൽ എടുക്കടി, ടിക്ടോക്ക് കളിക്കാം, ഉമ്മായും മോളും കൂടെ കളിക്കണം. ഉമ്മായും മോളും കൂടെ ചാകാൻ കിടക്കണ കിളവി വരെ എന്നൊക്കെ കബറി കൊണ്ടുപോകാൻ സമയമായി, എന്നാലും കയറിയിരുന്ന് കാണിക്കുന്ന കാണുന്ന ഓരോന്ന് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പള്ളിക്കുടി പോണ്ടയാണെന്നുള്ള ചിന്തയൊന്നുമില്ലല്ലോ, എല്ലാം അങ്ങനെ. പിന്നെ ഉസ്താദന്മാരെങ്ങാണം ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അങ്ങാരുടെ നെഞ്ചത്തോട്ട് കയറാം. ടിക്ടോക്ക് നടത്തിയിട്ട് എന്തിനാടി തെണ്ടെന്ന് ഞാൻ വെക്കണേ? ഓരോന്നെണ്ണം ഇങ്ങനെ അങ്ങോട്ട് ഓരോ വീഡിയോ എടുത്തങ്ങോട്ട് ഇട്ടിട്ട് തെണ്ടാ പിച്ച തെണ്ടുന്നത് പോലെ ലൈക്കതാ. ആരൊക്കെ ഷെയർ ചെയ്തു, ആരൊക്കെ കമന്റ് അടിച്ചു. കമന്റ് നിന്നെയൊക്കെ പള്ളിക്കൂടി കൊണ്ടുപോകുമ്പോൾ നിന്നെയൊക്കെ കമന്റ് അടിക്കും നല്ലതുപോലെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ കുറ്റം. നീയൊക്കെ ഏത് തോന്നിവാസം കാണിച്ചാലും ഒന്നും പറയാൻ പാടില്ല. കാണിച്ചോ, നിന്റെ രാജ്യം അതിനുള്ള അവകാശം നിനക്ക് തരുന്നുണ്ട്. എന്ത് വേണമെങ്കിലും നീ കാണിച്ചോ, മുണ്ടില്ലാതെ നടക്കണമെങ്കിൽ നടന്നോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ ഒന്നുകൂടെ നീ ഓർക്കണം, ഒരൊറ്റ വാക്കേ ഞാൻ പറയൂ. അല്ലാഹ് പറഞ്ഞതാ, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. എടി നീ എവിടെ പോയാലും തിരിച്ചെന്റെ മുന്നിൽ തന്നെ വരും. അത് അല്ലാഹയാ പറഞ്ഞ. ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ നീ പോയാലും ഒരിക്കൽ എന്റെ മുന്നിൽ നിന്നെ കൊണ്ടുവരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറ, പെമ്മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് സൂറത്തുൽ വാഖിയ പഠിപ്പിച്ചു കൊടുക്ക്, എന്നിട്ട് ഓദിപ്പിക്ക്. നീ ഒരു ടെൻഷനും വേണ്ട, നിന്റെ മക്കളുടെ വിവാഹം അള്ളാഹു നടത്തിത്തരും. അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. എല്ലാവർക്കും പേടി, ഉസ്താദ് ജോലി പോകുമോ, വീട് വിൽക്കേണ്ടി വരുമോ, കച്ചവടം തകർന്നു പോകുമോ? എല്ലാവർക്കും ടെൻഷൻ. പരിഹാരം വേണോ? ഒരു ടെൻഷനും വേണ്ട. അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്തുകൾ മുഴുവനും മരിക്കുവോളം അള്ളാഹു നിലനിർത്തി തരണമെങ്കിൽ ഖുർആനിലെ ഒറ്റ ആയത്ത് ഓതിയാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ കയ്യും കണ്ണും കാലും കരളും കിഡ്നിയും ഇതൊക്കെ പോയാ പിന്നെ എന്ത് വിലയാ നിനക്കുള്ള? എന്നെന്താ വേണ്ട? കെട്ടിവെക്ക് പോലും വേണ്ടല്ലോ, ഭാര്യക്കും മക്കൾക്കും പോലും വേണ്ട. കിടക്കുന്ന മലമൂത്ര വിസർജനം നടത്തുന്ന ഒരു അവസ്ഥ വന്നാൽ കൂടെ കിടന്നവള് നോക്കി മടുത്തു, തീരാൻ ദുആ ചെയ്യാൻ. സ്വന്തം മക്കൾ പള്ളി വന്നിട്ട് ഖത്തീബിനോട് പറയുന്നു, ഒന്ന് ദുആ ചെയ്യാൻ തീരാൻ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്ത്, ഈ നിഅമത്തുകൾ മുഴുവനും മരിക്കുവോളം നിലനിൽക്കണമെങ്കിൽ ഖുർആനിലെ ഒറ്റ ആയത്ത് ഓതിയാ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. വേണമെന്നുള്ളവര് കൈവെക്ക്, വേണമെങ്കിൽ പൊക്കിയാ മതി. എനിക്കൊരു നിർബന്ധമില്ല. നീ കിടന്ന് മലമൂത്ര വിസർജനം നടത്താൻ നീ വലിച്ചു വെക്കുന്ന അതൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഓതുവോ ഉറക്കപ്പറ ഓതുവോ. അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്തുകൾ മുഴുവനും നിലനിൽക്കണം. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ.
എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പരിശുദ്ധമായ ഖുർആനിൽ പരിഹാരമില്ലാത്ത ഒന്നുമില്ല. എന്റെ പ്രിയമുള്ളവരെ, പൈശാചികമായ ഉപദ്രവങ്ങൾ നിന്റെ വീട്ടിൽ നിന്ന് മാറണമെങ്കിൽ സൂറത്തുൽ ബഖറയാണ് ഓതേണ്ടത്. ഖബറിന്റെ അകത്ത് പ്രകാശം കിട്ടണമെങ്കിൽ സൂറത്തുൽ മുൽക്കാണ് ഓതേണ്ടത്. അല്ലാഹുവേ, ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടണമെങ്കിൽ സൂറത്തുൽ സജദയാണ് ഓതേണ്ടത്. മരിച്ചവരുടെ ഖബറിന്റെ അകത്ത് 40 ദിവസം രക്ഷ കിട്ടണമെങ്കിൽ ഓതേണ്ടത് സൂറത്തുൽ യാസീനാണ്. എന്റെ പ്രിയമുള്ളവരെ, ഏതു മാറാത്ത രോഗങ്ങൾക്കും ഖുർആനിൽ മരുന്നുണ്ട്. ഏത് മാറാ രോഗമാകട്ടെ, ഏത് രോഗത്തിനും ഖുർആനിൽ 7 ആയത്തുകളുണ്ട്. ശിഫാഇന്റെ 7 ആയത്തുണ്ടല്ലോ, അത് ഏത് രോഗത്തിനുമുള്ള മരുന്നാണ്. ഉസ്താദേ, വീടില്ല ഉസ്താദ്, വീടിന്റെ പണി നടക്കുന്നില്ല ഉസ്താദ്. എന്റെ പ്രിയപ്പെട്ടവരെ, ലീലാഫി ഖുറൈശ് എന്ന് പറയുന്ന സൂറത്ത് വീട് കിട്ടാനുള്ള സൂറത്താണ്. എന്റെ പ്രിയമുള്ളവരെ, ഇല്ലാത്തതൊന്നുമില്ല. ഏത് തലതിരിഞ്ഞവനെയും നന്നാക്കാൻ ഖുർആനിൽ സൂറത്തുണ്ട്. ഏത് തലതിരിഞ്ഞവനെയും എത്ര വൃത്തികെട്ടവനെയും നന്നാക്കാൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സ്വർഗം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാട് എല്ലാവരും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാ. എങ്കിലും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, സ്വഹാബ, ഖുർആനിലെ ഒരു സൂറത്തോത് സഹാബ. അല്ലാഹുവേ, സ്വഹാബികൾ ഖുർആനിലെ ഒരു ചെറിയ സൂറത്തോതാൻ തുടങ്ങി. അല്ലാഹുവേ, പ്രവാചകൻ കരയാൻ തുടങ്ങി. മുത്തുനബി ഇരുന്ന് കരയുകയാണ്. റസൂലുള്ള കരയുന്നത് കണ്ടപ്പോ സഹാബികളും കൂടെ ഇരുന്ന് കരയാൻ തുടങ്ങി. ഓതി കഴിഞ്ഞപ്പോ കരയാത്ത സ്വഹാബികളോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സഹാബ, നിങ്ങൾ എന്തേ കരയാത്തത്? ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, രണ്ടാമത് മോദാർ. സഹാബികൾ അവിടുന്ന് സൂറത്തോതാൻ തുടങ്ങി. മുത്തുനബി കരയാൻ തുടങ്ങി. സഹാബാക്കളിൽ പലരും ഇരുന്ന് കരയുകയാണ്. കരയാത്തവരോട് ചോദിച്ചു, നിങ്ങൾ എന്തേ കരയാത്തത്? ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, സ്വഹാബ, ഈ സൂറത്ത് ഓതുമ്പോൾ കരയണേ സഹാബ. ഈ സൂറത്ത് ഓതുമ്പോൾ കരയണം സഹാബ. കരച്ചില് വരുന്നില്ലെങ്കിൽ നിങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിക്ക് സഹാബ. നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം തരും സഹാബ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയുകയാണ്, ഉമ്മാ, നിനക്ക് സ്വർഗം വേണോ? പാലിരുവികളും തേനിരുവികളും ഒടുകുന്ന പടച്ചുറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗം നിനക്ക് വേണോ പെങ്ങളെ? ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയിട്ട് കരയാൻ പറ്റുമെങ്കിൽ നീ കരാ, ഇല്ലെങ്കിൽ അഭിനയിക്കുമ്മ. അഭിനയിക്കാൻ ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. എന്റെ ഉമ്മമാര് സീരിയല് കണ്ടിട്ട് കരയുന്നവരാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് സീരിയല് കണ്ടിട്ട് കരയുന്നവരാ. ഉമ്മ, നിനക്ക് നല്ലതുപോലെ അറിയാ, അവള് പണത്തിന് വേണ്ടിയാണ് കരയുന്നതെന്ന്, അവള് അഭിനയിക്കുന്നതെന്ന് നിനക്കറിയില്ലേ ഉമ്മ? അവള് പണത്തിന് വേണ്ടി അഭിനയിക്കുമ്പോ നീ അത് കണ്ടിട്ട് കരയുകയല്ലേ? നീ അതിനു പകരം അല്ലാഹുവിന്റെ ഖുർആനില് 5 or 6 വരി മാത്രമുള്ള ഈ സൂറത്ത് ഓതിയിട്ട് നിനക്കൊന്ന് കരയാൻ കഴിയുമോ? ഒരുപാട് പേര് കരഞ്ഞത് ഈ സൂറത്ത് കേട്ടിട്ടാ. എന്റെ പ്രിയമുള്ള ഉമ്മ, മഹ്ദി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ നിന്നെ പോലെ ഒരു പെണ്ണായിരുന്നല്ലോ. വികാര വിചാരമുള്ള, പച്ചയിറച്ചിയുള്ള, ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളുമുള്ള നിന്നെക്കാളും സുന്ദരിയായ നഫീസ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ, നിനക്ക് ആ മഹ്ദിയുടെ ചരിത്രം അറിയോ? ഏത് സീരിയലിന്റെയും കഥ പറയാൻ നിനക്കറിയുമല്ലോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവിന്റെ
പരിശുദ്ധമായ ഖുർആനില് ഒരു സൂറത്ത് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിട്ട് അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോ അൽഹാകുമുത്തകാസുർ ഹത്താ സുറുതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ ഈ സൂറത്ത് ഓതിയിട്ട് ആറടി മണ്ണെന്ന് പറയുന്ന ഖബറിനെ കുറിച്ച് വിശദീകരിച്ച് കൊടുക്കുമ്പോ മഹദി നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അവിടെ പിടഞ്ഞ് താഴെ വീഴുകയാണ്. ബോധം നഷ്ടപ്പെട്ടു പോവുകയാണ്. അവസാനം ബോധം തിരിച്ചു വന്നപ്പോ സുബ്ഹാനല്ലാഹ് എഴുന്നേറ്റ് തന്റെ വീട്ടിലേക്ക് ഓടുകയാ. ഖബറിനെ കുറിച്ച് പറഞ്ഞപ്പോ, ഖബറിന്റെ അദാബിനെ കുറിച്ച് പറഞ്ഞപ്പോ, ഖബറിന്റെ ഞെരുക്കത്തെ കുറിച്ച് പറഞ്ഞപ്പോ, ആ ഖബറിന്റെ അകത്തെ അവസ്ഥകളെ കുറിച്ച് പറഞ്ഞപ്പോ തന്റെ വീടിന്റെ അകത്തേക്ക് ഓടി ചെന്നിട്ട് വീടിന്റെ വാതിലടച്ചു. അന്ന് വരെ നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്തേക്ക് കടന്നു ചെന്നിട്ട് നഫീസത്തുൽ മിസ്രി എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ, മുസല്ലയെടുത്ത് മാറ്റിയുമ്മാ, മുസല്ലയെടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് വീടിന്റെ മൂലയിൽ പോയിട്ട് മണ്ണ് കുടിക്കുന്ന ഒരായുധവുമായി എടുത്തുകൊണ്ട് വന്നു, ഒരായുധം കൊണ്ടുവന്നു. എന്നിട്ട് നിസ്കരിച്ചിരുന്ന സ്ഥലത്ത് ആരും കാണാതെ ഒരു കുഴിയെടുത്തുമ്മാ, ആരും കാണാതെ പടച്ചവനെ ഒരു ഖബറ് കുഴിക്കുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പാണ്. ആരും കാണാതെ പാതിരാത്രി തന്റെ വീടിന്റെ അകത്തിരുന്ന് ഖബറ് കുടിക്കുകയാ. നിനക്ക് ധൈര്യമുണ്ടോ ഉമ്മ? നിനക്കതിന് ധൈര്യമുണ്ടോ? നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല ആരും കാണാതെ തന്റെ വീടിന്റെ അകത്തൊരു ഖബറ് കുഴിക്കുകയാണ്. കരയുകയാവുമ്മ. നീ മഗ്രിബ് കഴിഞ്ഞിട്ട് സീരിയൽ കണ്ടിട്ട് കരയുമ്പോ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല തന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. ഖബറിലെ മണ്ണ് നനയുകയാണ്. കാരണം എങ്ങനെ കരയാതിരിക്കും? ഖബറല്ലേ. എങ്ങനെയാണ് കരയാതിരിക്കുക? ഖബറല്ലേ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാനാ റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാനാ. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ. എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. പടച്ചവരെ, ഖബറിനെ കുറിച്ച് ഓർത്തിട്ട് കരയണമെന്നാണ്. ഖബറ് കണ്ടാ കരയണമെന്നാണ്. നഫീസ കരഞ്ഞുകൊണ്ടാ ഖബറ് കുടിക്കുന്നത്. അല്ലാഹുവേ, ഇടയ്ക്കിടയ്ക്ക് ഖബറിന്റെ അകത്ത് പിടഞ്ഞു വീഴുകയാ. സ്വന്തം കൈകൊണ്ട് ഖബറ് കുടിച്ചു കൊണ്ടിരിക്കുമ്പോ കരഞ്ഞ് കരഞ്ഞ് ഖബറിന്റെ അകത്ത് തളർന്നു വീഴും. എങ്ങനെ കരയാതിരിക്കുമല്ലോ? എന്നെ പുഴുക്കള് തിന്നുമല്ലോ, എന്നെ പാമ്പ് കടിക്കുമല്ലോ, എന്നെ മണ്ണരിക്കുമല്ലോ. ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണു പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേസന് വേണ്ട പോലതിലുണ്ട്. ക്യൂ സിസ്റ്റമില്ല, തള്ളലാണത് കൊണ്ട്. നഫീസ കരഞ്ഞ് കരഞ്ഞ് തളർന്നു വീഴുകയാണ്. അങ്ങനെ ഖബറിന്റെ പണിയങ്ങ് പൂർത്തിയായി. ഖബറിന്റെ അകത്ത് നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോയിട്ട് ഒതുവെടുത്തും എന്നിട്ട്
എന്നിട്ട് മുസല്ല എടുത്തുകൊണ്ട് ഖബറിന്റെ അകത്തിറങ്ങി. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ ഖബറിന്റെ അകത്തിരുന്നിട്ട് 10,000 റക്അത്ത് നമസ്കരിച്ചു. ആ ഖബറിന്റെ അകത്തിരുന്ന് 10,000 റക്അത്ത് നമസ്കരിച്ചു. എന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ എടുത്തു. ഖബറിന്റെ അകത്ത് ഇറങ്ങിയിരുന്ന് 4000 ഖത്തമോദിയും ഒന്നും രണ്ടും ഖത്തമല്ല 4000 പ്രാവശ്യം ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർത്തു. പടച്ചവരെ, എല്ലാ ദിവസവും നോമ്പ്, രാത്രി ഉറങ്ങാറില്ല, ശരീരം മുഴുവനും കറുത്തു, എല്ലു വെളിയിൽ കാണുന്ന രീതിയിൽ എല്ലും തോലുമായി, കണ്ണൊക്കെ കുടിഞ്ഞുപോയി, ഒരുപാട് രോഗങ്ങൾ പിടിച്ച് കിടക്കുമ്പോ കുടുംബക്കാര് വന്നിട്ട് ചോദിക്കുന്നു, മോളെ നഫീസ, എന്ത് കോലവാ നഫീസ, എന്ത് കോലമാണ് നഫീസ, ഇങ്ങനെ നീ പട്ടിണി കിടക്കല്ലേ, ഇങ്ങനെ നീ ഉറക്ക വഴിയല്ലേ, എന്തിനാ മോളെ ഇങ്ങനെ കിടക്കുന്നത്, കണ്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കുന്നില്ല, നീ ഇങ്ങനെ കടന്നാ മരിച്ചു പോകുമെന്ന് കുടുംബക്കാര് ഉപദേശിക്കുമ്പോ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ കരയുകയാ. ഉപദേശിക്കുന്നവരുടെ മുന്നിലിരുന്ന് കരയുകയാണ്. എന്തിനാ നഫീസ കരയുന്നത്? എന്തിനാ നഫീസ നീ കരയുന്നത്? ഞാൻ 30 കൊല്ലമായിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് എന്തെന്നറിയോ? കുടുംബക്കാരോട് തിരിച്ചു പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ 30 കൊല്ലം കൊണ്ട് അല്ലാഹുവിനോട് ഈ ഖബറിന്റെ അകത്തിറങ്ങിയിരുന്ന് നിസ്കരിച്ച് ഖുർആൻ ഓതിയിട്ട് ഞാൻ അല്ലാഹുവിനോട് ചോദിക്കുന്നത് രണ്ട് കാര്യമാ. രണ്ട് കാര്യമാ ചോദിക്കുന്നത്. എന്റെ ഒന്നാമത്തെ മോഹം എന്തെന്നറിയോ? ഒരു പെണ്ണ് 30 കൊല്ലം ദുആ ചെയ്തത്, നാദാ മരിക്കുമ്പോ എന്നെ ഒരു നോമ്പുകാരിയായിട്ട് വേണം മരിപ്പിക്കാൻ. ഒരു പെണ്ണ് 30 കൊല്ലം അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ്, മരിക്കുമ്പോ നോമ്പുകാരിയായിട്ട് മരിക്കണം. 2 ഖുർആൻ ഓതിയിട്ട് മരിക്കണം നാദാ. ഇതാണ് എന്റെ അഭിലാഷമെന്ന് പറയുമ്പോ കുടുംബക്കാര് മുഴുവനും പിരിഞ്ഞു പോയി. അവസാനം തന്റെ മരണം അടുത്ത് വന്നപ്പോ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ സ്വന്തമായിട്ട് പോയിട്ട് മയ്യത്ത് കുളിച്ചു. എന്നിട്ട് കഫൻ തുണിയും കയ്യിൽ പിടിച്ചുകൊണ്ട് കുടിച്ചിട്ട ഖബറിന്റെ ചാരത്ത് പോയി കിടന്നു. പെങ്ങളെ, അതാ വീടിന്റെ കവാടത്തിൽ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം വന്നിട്ട് അവിടെന്ന് വിളിക്കുന്നു, നഫീസ, അല്ലാഹു നിന്നോട് സലാം പറഞ്ഞിരിക്കുന്നു നഫീസ. അവിടെന്ന് സലാം പറഞ്ഞിട്ട് ചിരിക്കുന്ന മുഖത്തോടെയാണ് മലക്കുൽ മൗത്ത് കടന്നു വന്നത്. പടച്ചവനെ, മരിക്കുന്ന ദിവസം നോമ്പുകാരിയാട്, മരിക്കുന്ന ദിവസം നോമ്പുകാരിയാട്. 30 കൊല്ലം അല്ലാഹുവോട് കരഞ്ഞു ചോദിച്ചിട്ട് കൊടുത്തതാവുമോ? എന്നിട്ടോ മലക്കുകൾ അവിടെ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങി. നഫീസയുടെ രണ്ടാമത്തെ ആഗ്രഹം ഖുർആൻ ഓതി മരിക്കണമെന്നാണ്. അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് മരിക്കണമെന്നാണ്. റബ്ബേ, ഏതായത്താ ഓതിയതെന്നറിയോ? ഏതായത്താണ്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് ലഹും ദാറുസ്സലാം, ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം വഹും വലിയുഹും ബിമാ കാനൂ യഅമലൂൻ. അല്ലാഹുവിന്റെ ഖുർആനിലെ സ്വർഗത്തിന്റെ ആയത്തോതിയിട്ട് പച്ചപ്പറവയെ പോലെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് പറന്നു പോയെന്ന് ചരിത്രം പറയുമ്പോ, നീ കരയണമെന്ന് സിറാജ് പറയുന്നില്ല. നിനക്കും അഭിനയിച്ചുകൂടെ? കരയുന്നവരെ പോലെ നിനക്കും അഭിനയിച്ചുകൂടെ? അല്ലാഹു നിനക്ക് സ്വർഗം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത്. ഈ സൂറത്ത് ഓതുന്ന സമയത്ത് ഒന്നുകിൽ കരയുക, അല്ലെങ്കിൽ അഭിനയിക്കുക. അഭിനയിച്ച അല്ലാഹു നിനക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നീ കരയാൻ നമ്മളെ കൊണ്ട് എന്തായാലും പറ്റൂല.
ഈ സൂറത്ത് ഓതുന്ന സമയത്ത് നമ്മളെ കൊണ്ട് കരയാൻ പറ്റൂല, നമുക്ക് അഭിനയിക്കാം. അതിനാരും പഠിപ്പിച്ചു തരണ്ടല്ലോ. എല്ലാം സിനിമാ താരങ്ങളെ പോലും വെല്ലുന്ന രീതിയിലുള്ള അഭിനയമാണ്. സിനിമയിലല്ല അഭിനയിക്കേണ്ടത്, ജീവിതത്തിൽ അഭിനയിക്ക്. കരയുന്നവരെ പോലെ അഭിനയിക്ക്. അള്ളാഹു നിനക്ക് സ്വർഗം തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ സൂറത്ത് ഓതുമെന്ന് നിയത്ത് ചെയ്യുന്നവരൊക്കെ കൈവക്ക്. പൊക്കിക്കേ. പൊക്കാത്തവരെ ഞാനൊന്ന് കാണട്ടെ. ആ കൈവക്കാത്ത മനുഷ്യനെ ഒന്ന് കാണട്ടെ. ഓൻ അല്ലാഹ് കൊടുക്കുന്ന പ്രതിഫലം പറഞ്ഞിട്ട് ഇനി എന്തുകൊണ്ട് കൈപൊക്കിക്കോ. കൈപൊക്കാത്തവനുള്ള പ്രതിഫലം നിങ്ങൾ നോക്കിക്കോണം. ആരാണ് കൈപൊക്കാത്തെന്ന് നോക്കിക്കോണം. അവക്കുള്ള പ്രതിഫലം കേട്ടോ. ആ കൈപൊക്കാത്തവൻ ഒറ്റ സൂറത്തോതിയ സ്വർഗം തരുമെന്ന് പറഞ്ഞിട്ട് പോലും മോദാ മനസ്സില്ലാത്തവൻ കേട്ടോ, ആ കൈപൊക്കാത്ത മഹാന് അല്ലാഹ് ഒരു പ്രതിഫലം തരും. ഈ ലോകത്ത് നീ എവിടെ കിടന്നു മരിച്ചാലും, ആര് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാലും പറയാൻ നിന്റെ നാവ് പൊങ്ങത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇവരൊറ്റ പ്രതിഫലം നിനക്കുള്ളൂ. അവന് മതവിളകിയ ആന വന്നാലും നെഞ്ചു വിരിച്ചിരിക്കണം എന്നുള്ള ചിന്തയല്ലേ. അള്ളാന്റെ ഖുർആനിലെ ഒരൊറ്റ സൂറത്തോതിയ സ്വർഗം കിട്ടുമടാ എന്ന് പറഞ്ഞിട്ട് പോലും ഓതാ മനസ്സില്ലാത്ത നിന്റെ അവസാന വാക്ക് അള്ളാഹ് തന്നെ പറയുന്നുണ്ട്, വശഹിദു അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. ചാകാൻ കിടക്കുമ്പോ ആരെങ്കിലും വന്ന് അടുത്ത് വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരുമ്പോ നീ തന്നെ വിളിച്ചു പറയും, ഞാൻ ചാകുന്നത് കാഫിറായിട്ടാ, ഞാൻ ചാകുന്നത് കാഫിറായിട്ടാ എന്ന് നിന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടേ മരിക്കൂ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി പറ, സൂറത്ത് ഓതുവോ? കൈവക്കിക്കേ. ആ, എവിടെ കൈവക്കാനാ? ചോറ് വിളമ്പുമല്ലേ? ബിരിയാണി അപ്പ കൊടുക്കണേ. ആ, ബിരിയാണി താഴെ വീടണ്ട. അതെന്തപ്പാ? എവിടെ പോയാലും ദുആയ്ക്ക് ശേഷവാ ജീരണി. ഇവിടെ എന്താ ദുആയ്ക്ക് മുമ്പാ? പിന്നെ പെണ്ണുങ്ങൾക്ക് ആയതുകൊണ്ടായിരിക്കില്ലേ? ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. സൂറത്തു തകാസുർ ഓതുമ്പോ കരയണം, അല്ലെങ്കിൽ കരയുന്നവരെ പോലെ അഭിനയിക്കണം. അല്ലാഹു നിനക്ക് സ്വർഗ്ഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.